ഹാദിയ കേസിലെ ഈ വിധി അന്തിമമായി കരുതുന്നില്ലെന്ന് ഹാദിയയുടെ അച്ഛൻ അശോകൻ. വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി സമർപ്പിക്കും. അന്വേഷണത്തിൽ NIAക്ക് ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് ഷെഫിൻ ജഹാന്റെ അഭിഭാഷകരും ചൂണ്ടിക്കാട്ടിയത്. ഹാദിയയും ഷെഫിൻ ജഹാനും തമ്മിൽ തട്ടിക്കൂട്ട് കല്യാണമാണ് നടന്നത് എന്ന നിലപാടാണ് അശോകനുള്ളത്. വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകും. ഈ വിധിയിൽ ഇപ്പോൾ കല്യാണം മാത്രമല്ലേ റദ്ദാക്കിയിട്ടുള്ളൂ, അന്വേഷണം റദ്ദാക്കിയിട്ടില്ലല്ലോ. ഷെഫിൻ ജഹാൻ തീവ്രവാദിയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കണം അത് അന്വേഷണം വേണ്ട എന്ന് പറയാഞ്ഞത്. അന്വേഷണം റദ്ദാക്കിയിട്ടില്ല, അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചും ആലോചിക്കും. NIAക്ക് അന്വേഷണം തുടരാമെന്ന് കോടതി പറഞ്ഞ സാഹചര്യത്തിൽ വിധി തിരിച്ചടിയല്ലെന്ന് അശോകന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി കൈക്കൊള്ളും. തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ല. NIAയുടെ ഇൻവെസ്റ്റിഗേഷൻ തുടരാമെന്ന് തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ NIAയുടെ റിപ്പോർട്ടുകൾ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എന്നാൽ ഷെഫിൻ ജഹാനെതിരായ അന്വേഷണത്തിൽ കഴമ്പില്ലെന്ന് ഷെഫിന്റെ അഭിഭാഷകരിൽ ഒരാളായ മുഹമ്മദ് ഷെരീഫ് ചൂണ്ടിക്കാട്ടി. അങ്ങനെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ NIAക്ക് ബുക്ക് ചെയ്യാമായിരുന്നല്ലോ. അതൊന്നും ഇല്ലല്ലോ. അന്വേഷിച്ചിട്ട് കണ്ടെത്തണം. ഇനി മീഡിയ 1 ഡൽഹി.